നമസ്കാരം, മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ എനർജി. ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ എനർജി കാർഡ്സിന് നൽകുക. പ്ലീസ് കിഡ് മീ മദർ യൂണിവേഴ്സ്. നാളെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിനായി കാത്തിരിക്കുന്ന പോസിറ്റീവ് എനർജി എന്താണ് നാളെ നിങ്ങളെ കാത്തിരിക്കുന്ന പോസിറ്റീവ് എനർജി? നിങ്ങളുടെ വിജയത്തിന് തടസ്സമായിരിക്കുന്ന നിങ്ങളിലുള്ള ഒരു കാര്യം എന്താണ്? നിങ്ങളുടെ വിജയത്തിന് തടസ്സമായിരിക്കുന്ന നിങ്ങളിലുള്ള ഒരു കാര്യം എന്താണ്? ഓക്കെ, പ്ലീസ് കിഡ് മീ മദർ യൂണിവേഴ്സ്. യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു, പ്രപഞ്ചശക്തിയുടെ മെസ്സേജ് എന്താണ്? ഇപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസ് ഫേസ് ചെയ്യുന്നതായിട്ടുള്ള വിഷയവുമായി ബന്ധപ്പെട്ട് പ്രപഞ്ചശക്തി എൻ്റെ വ്യൂസിന് നൽകുന്നതായിട്ടുള്ള മെസ്സേജ് എന്താണ്? ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ എനർജിയെ കാർഡ്സിന് നൽകുക. ഓക്കെ, ഫസ്റ്റ് തന്നെ നമുക്ക് നോക്കാം നിങ്ങളെ കാത്തിരിക്കുന്നതായിട്ടുള്ള ആ പോസിറ്റീവ് എന്താണ്. ഒരു യാത്രയാണ് വരുന്നത്. അതിവേഗത്തിൽ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു. ഒരു പക്ഷേ നിങ്ങൾ കുറേ നാളായിട്ട് പ്രാർത്ഥിച്ചിട്ട് നടക്കാതിരുന്ന ഒരു കാര്യം പെട്ടെന്ന് തന്നെ അത് നിങ്ങളുടെ മുമ്പിൽ വരുന്നു. ഒരു വിദേശ യാത്ര, അതല്ലെന്നുണ്ടെങ്കിൽ ഒരു ഗ്രോത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ നിൽക്കുന്നുവെങ്കിൽ, ഒരു ജോലി സംബന്ധമായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടി, ഒരു പ്രൊമോഷന് വേണ്ടിയിട്ട്, തീർച്ചയായിട്ടും അത് വളരെ സ്പീഡിന് തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായിട്ടാണ് കാണുന്നത്. ഇത്രയും പെട്ടെന്ന് സംഭവിക്കുമോ എന്ന് പോലും നിങ്ങൾ ഞെട്ടിപ്പോകുന്ന രീതിയിൽ നിങ്ങൾക്കൊരു അത്ഭുതം തന്നെയാണ് നിങ്ങളുടെ നേർക്ക് വരുന്നത്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. പ്ലീസ് കിഡ് മീ മദർ യൂണിവേഴ്സ്. യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു, എൻ്റെ വ്യൂസിൻ്റെ വിജയത്തിന് തടസ്സമായി നിൽക്കുന്നതായിട്ടുള്ള കാര്യം എന്താണ് ആ കാര്യം? ഓക്കെ, ഇവിടെ നിങ്ങൾ ഒന്നിലധികം കാര്യങ്ങൾ ഒരുമിച്ച് ഫേസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, നമുക്ക് എങ്ങനെ പോയിരുന്നാലും നമ്മൾ ഒന്നിലധികം കാര്യങ്ങൾ ഒരേ സമയം ചുമന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല ക്ഷീണം അനുഭവപ്പെടും അല്ലേ? നമുക്ക് മുന്നോട്ട് കുറച്ച് ദൂരമൊക്കെ നമുക്ക് നല്ല രീതിയിൽ പോകാൻ പറ്റും. പക്ഷേ പെട്ടെന്ന് തന്നെ നമ്മൾ തളർന്നു പോകുന്ന അവസ്ഥകൾ ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒന്നിലധികം കാര്യങ്ങളും ആവശ്യങ്ങളും എല്ലാം നമ്മൾ പ്രപഞ്ചത്തോട് ഇങ്ങനെ അഫർമേഷൻ ചെയ്യുകയാണ്, നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് മാറി. അപ്പം അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒന്നിൻ്റെയും പൂർണ്ണതയോടുകൂടി പ്രപഞ്ചത്തിലേക്ക് അയക്കാനും സാധിക്കുന്നില്ല. എന്നാൽ ഒരു കാര്യവും ശരിയാകുന്നതുമില്ല, നമ്മൾ ആകെ ഭാരത്തിലായി പോകുന്നു. അപ്പം ഇതാണ് നമ്മളുടെ നെഗറ്റീവ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുന്നത്. നമ്മുടെ ഓവർ തിങ്കിങ്, കഠിനമായിട്ടുള്ള നമ്മളുടെ വിചാരങ്ങൾ, ചിന്തകൾ, ഇതെല്ലാം നമുക്ക് നെഗറ്റീവാണ് അനുഭവങ്ങളായിട്ട് തരുന്നത്. അപ്പം അത് നമ്മളിൽ നിന്നും റിലീസാക്കുക എന്നാണ് പ്രപഞ്ചം പറയുന്നത്. ഓക്കെ, യൂണിവേഴ്സിൽ നിന്ന് വരുന്ന മെസ്സേജ് എന്താണ്? ഓക്കെ, നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ ഗോളുകളെ സെറ്റ് ചെയ്യുക, മാനിഫെസ്റ്റ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉയർച്ച ഉണ്ടാകും. നിങ്ങളുടെ കഠിന അധ്വാനത്തിൻ്റെ ഫലം തീർച്ചയായിട്ടും നിങ്ങളുടെ കരങ്ങളിൽ തന്നെ കിട്ടും. നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുകയും നിങ്ങളുടെ ജീവിതത്തിൽ സക്സസ് ഉണ്ടാകും, വിജയമുണ്ടാകും എന്നാണ് പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്നതായിട്ടുള്ള മെസ്സേജ്. അപ്പോൾ എന്ത് കാര്യമാണോ നിങ്ങളിപ്പോൾ മനസ്സിൽ ചിന്തിച്ചിരിക്കുന്നത് ആ കാര്യം നിങ്ങൾക്ക് സക്സസ് ആകും. എന്താണ് നിങ്ങൾ ഒഴിവാക്കേണ്ടത്? അമിതമായിട്ടുള്ള അതേപറ്റിയുള്ള ചിന്തകൾ. ഓക്കെ, ഓവർ തിങ്കിങ് ഇവിടെ കാണിക്കുന്നുണ്ട്. ആ ഭാരങ്ങൾ നിങ്ങളെടുത്ത് മാറ്റിവെക്കുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ വിചാരിക്കുന്നതിലും എളുപ്പത്തിൽ തന്നെ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് റെസൊനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. പ്രപഞ്ചം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഓക്കെ, നിങ്ങൾ പേഴ്സണൽ റീഡിംഗ് എടുക്കുവാനോ ടാരോ കാർഡ് പഠിക്കുവാനോ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നാളെ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.